എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഒരേപോലെയാണ്, ഒരു മാറ്റവുമില്ലാതെ. രാവിലെ കൃത്യം 7:15 വരുന്ന ആ ബസ്. സൂര്യൻ പോലും ശരിക്കും ഉറക്കം ഉണർന്നിട്ടുണ്ടാകില്ല ആ സമയത്ത്. മാനം ഒരുമാതിരി മടിച്ചു മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ആ ബസ്സിലുള്ളവരുടെ കാര്യവും അതുപോലെ തന്നെയാണ്. മടിയിൽ വെച്ച ഓഫീസ് ബാഗുകൾ, ബലമായി പിടിച്ചിരിക്കുന്ന ചോറ്റുപാത്രങ്ങൾ. ചിലർ പാതി ഉറക്കത്തിലാണ്, ചിലരാണെങ്കിൽ ജോലി തുടങ്ങും മുൻപേ തളർന്നു കഴിഞ്ഞു. രാവിലെ ബസ്സിൽ അധികമാരും മിണ്ടാറില്ല. എല്ലാവരും തങ്ങളുടെ വാക്കുകൾ പിന്നീടത്തേക്ക് വേണ്ടി പിശുക്കി പിശുക്കി വെക്കുകയാണെന്ന് തോന്നുന്നു. ജനാലയ്ക്കൽ ചേർന്ന് നിന്ന് നഗരം ഉണരുന്നത് നോക്കി നിൽക്കുന്നതാണ് എൻ്റെ പതിവ്. കടകളുടെ ഷട്ടറുകൾ ഓരോന്നായി ഉയരുന്നത്, വീടിന് മുന്നിലെ പാൽക്കവറുകൾ, ഇന്നലത്തെ പൊടിയും തുടച്ചു നീക്കി ഇന്നിലേക്ക് ചുവടെടുക്കുന്ന മനുഷ്യർ. അതൊരു സാധാരണ യാത്രയാണ്, വെറുമൊരു യാത്ര. പക്ഷെ വൈകുന്നേരത്തെ യാത്ര അതൊരൊന്നൊന്നര അനുഭവമാണ്. 6:20 ബസ് വരുന്നത്. വൈകുന്നേരങ്ങൾക്ക് എപ്പോഴും ഭാരം കൂടുതലാണ്. പകലത്തെ അധ്വാനത്തിൻ്റെ മുഴുവൻ ക്ഷീണവും പേറിയിരിക്കുന്ന മുഖങ്ങൾ. ഞാനിപ്പോഴും വൈകുന്നേരം ആ അവസാനത്തെ വിൻഡോ സീറ്റ് തന്നെയാണ് പിടിക്കാറുള്ളത്. അവിടെ ഇരുന്നാൽ പിന്നെ നമുക്ക് ഒന്നിൻ്റെയും ഭാഗമാകേണ്ടി വരില്ല. ലോകം മുന്നിലൂടെ ഒഴുകിപ്പോകുന്നത് വെറുതെ നോക്കിയിരിക്കാം. കുറേ കാലമായി ആ സീറ്റ് എൻ്റേതായിരുന്നു. പക്ഷേ ഒരു വൈകുന്നേരം ഞാൻ കയറിയപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നു. ഒരു പ്രായമായ മനുഷ്യൻ. നല്ല വൃത്തിയുള്ള വെള്ള ഷർട്ട്, മടിയിലൊരു തുണിസഞ്ചി. കക്ഷി എന്തോ വലിയ കാര്യത്തിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളാണെന്നാണ്. ഞാനൊന്നും മിണ്ടാതെ തൊട്ടു മുന്നിലെ സീറ്റിൽ പോയിരുന്നു. പിന്നീട് എല്ലാ ദിവസവും കക്ഷി അവിടെയുണ്ട്. വൈകുന്നേരവും ജനാലയ്ക്കലിരിക്കും. പക്ഷേ രാവിലെ അദ്ദേഹം ആ ബസ്സിൻ്റെ വാതിലിനടുത്ത് നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പണി കഴിഞ്ഞ് വരുന്ന ഒരാളെയോ വീട്ടിലേക്ക് പോകുന്ന ഒരാളെയോ പോലെയല്ല അദ്ദേഹം. എവിടെയോ എത്തിച്ചേർന്ന സമാധാനമുള്ള ഒരാളെ പോലെ. ഒരു മഴയുള്ള വൈകുന്നേരം ബസ്സിൻ്റെ ചില്ലിലെല്ലാം മഞ്ഞ് മൂടിയിരിക്കുകയായിരുന്നു. അറിയാതെ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് മിണ്ടിപ്പോയി. എല്ലാ ദിവസവും ഇതേ സീറ്റിലാണല്ലോ ഇരിപ്പ്. അദ്ദേഹം ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ചില കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല മോനെ. അദ്ദേഹത്തിൻ്റെ സ്റ്റോപ്പ് എത്താറായപ്പോൾ എൻ്റെ ഉള്ളിലെ ചോദ്യം ഞാൻ പുറത്തെടുത്തു. ആ സഞ്ചിയിൽ എന്താണ് ഇത്ര വലിയ കാര്യം? അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. സമയമാണ് മോനെ, എനിക്ക് ഇനി ആവശ്യമില്ലാത്ത എൻ്റെ ബാക്കി സമയം. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കൂടുതൽ ചോദിക്കുന്നതിന് മുൻപേ അദ്ദേഹം മഴയിലേക്ക് ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. സമയം എന്ന മറുപടി എൻ്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് കൗതുകം കാരണം അദ്ദേഹം ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ഞാനും ഇറങ്ങി. അദ്ദേഹം അറിയാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകെ നടന്നു. അദ്ദേഹം പുഴക്കരയിൽ പോയി കുറേ നേരം ചുമ്മായിരുന്നു. ഒന്നും ചെയ്തില്ല. പിന്നെ സഞ്ചിയിൽ നിന്നും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് അവിടെയുള്ള നായ്ക്കൾക്ക് കൊടുത്തു. ഭാരമുള്ള സഞ്ചി തൂക്കി നടന്ന ഒരമ്മൂമ്മയെ സഹായിച്ചു. സ്കൂളുകൾ വിട്ടു വരുന്ന പിള്ളേർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ കൂട്ടുനിന്നു. വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സഞ്ചി ഒഴിഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ വലിയ സത്യം മനസ്സിലായത്. രാവിലെ അദ്ദേഹം തൻ്റെ സമയം ആ സഞ്ചിയിൽ നിറച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരം അത് ഓരോരുത്തർക്കുമായി വീതിച്ചു നൽകി ഒഴിഞ്ഞ മനസ്സോടെ മടങ്ങുന്നു. അടുത്ത ദിവസം മുതൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആ സീറ്റ് എന്നും ഒഴിഞ്ഞു കിടന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ വലിയ മാറ്റം വന്നിരുന്നു. ഞാനിപ്പോൾ ബസ്സിലിരുന്ന് ഫോൺ നോക്കാറില്ല. വീട്ടിലെത്തിയാൽ ഉടനെ ഫോണിലേക്ക് ഊളിയിടാറില്ല. അമ്മയുടെ അടുത്ത് അല്പനേരം കൂടി അധികം ഇരിക്കാറുണ്ട്. വഴിയിൽ കാണുന്നവർക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് ഞാൻ ചിലവാക്കാറുണ്ട്. എനിക്കതിനിപ്പോൾ മടിയില്ല. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ കൂടെ ജീവിക്കാനല്ല, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരാനാണ്. ഇപ്പോഴും ഞാൻ ആ അവസാന സീറ്റിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പുറത്തെ കാഴ്ചകളല്ല നോക്കുന്നത്, എന്നെ തന്നെയാണ്. ഭാരമില്ലാതെ ജീവിക്കാൻ പഠിച്ച, മറ്റുള്ളവർക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെക്കാൻ പഠിച്ച പുതിയ എന്നെ. നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന സമയം അതൊരിക്കലും ഒരു നഷ്ടമല്ല, അതൊരു സമ്പാദ്യമാണ്.